നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. അശാന്തിയിൽ പശ്ചിമേഷ്യ. ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുകാരി മരിച്ചു. യുദ്ധമേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. ഓഹരിയിലും സ്വർണത്തിനും രൂപയുടെ മൂല്യത്തിലും ഇടിവ്. അവതാരക സ്വപ്ന ബി നായർ 15,000 രൂപ പ്രശസ്ത ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം, അമൃത ടെലിവിഷൻ. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിൽ അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായർ. മികച്ച ടെലി സീരിയൽ മഴയത്ത് മുൻപേ. ഇതിലെ അഭിനയത്തിന് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും മികച്ച നടിയായി ശ്രീധന്യയെയും തിരഞ്ഞെടുത്തു. CPM നേതൃത്വത്തിനെതിരെ G. സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എങ്കിൽ അംഗത്വം പുതുക്കുന്നില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ നിർണായക ഇടതുമുന്നണി യോഗം ഇന്ന്. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി CPM സെക്രട്ടേറിയറ്റ് ചേരുന്നു. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തിരുവനന്തപുരം ജില്ലയിൽ. സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ചർച്ചകൾക്കായി BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് യോഗം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ജയിലിന് പുറത്തേക്ക്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക ശില്പ കേസിലും സ്വാഭാവിക ജാമ്യം. പുറത്തിറങ്ങുന്ന 8ാമത്തെ പ്രതി. അങ്കമാലിയിൽ 4 പേർക്ക് പൊതുജീവൻ നൽകിയ ജസ്ലിയ ജോൺസനെ ഇടിച്ചിട്ട കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാഹനമോടിച്ചത് ഡോക്ടർ സിറിയക് എന്ന് പോലീസ്. വാഹനം കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റേത്. T20 ലോകകപ്പിലെ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമി ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിൽ. മത്സരം രാത്രി 7 മണി മുതൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. രണ്ടാം സെമിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. പശ്ചിമേഷ്യ അശാന്തം. തുടർച്ചയായ 5ാം ദിവസവും ഇസ്രായേൽ ഇറാൻ ആക്രമണ പ്രത്യാക്രമണം തുടരുകയാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണം. ഇറാനിലെ ഇസ്ഫഹാൻ, ക്വാം, ഉർമിയ നഗരങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു. 800 പേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുമ്പോഴും മരണം 1000 കവിയുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ശക്തമായി തിരിച്ചടിക്കുന്നുവെന്നാണ് IRGCയുടെ വെളിപ്പെടുത്തൽ. സൗദിയിൽ റിയാദ് എംബസിക്ക് നേരെയും ദുബായിലെ ഒരു US നയതന്ത്ര കാര്യാലയത്തിലുമാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഗൾഫ് മേഖല ശാന്തമാകുന്നതിനിടെയാണ് അതിർത്തി കടന്നുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണം. എല്ലാ അമേരിക്കൻ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെളിപ്പെടുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനേയിയുടെ സംസ്കാരം ഇറാൻ നഗരമായ മഷാദിൽ നടത്താനാണ് ഇടക്കാല ഭരണസമിതിയുടെ തീരുമാനം. പക്ഷേ സംസ്കാര തീയതി സംബന്ധിച്ച് ധാരണയിൽ എത്തിയിട്ടില്ല. ഇറാനിലെ പ്രധാന നഗരവും ഖമനേയിയുടെ ജന്മസ്ഥലവുമാണ് മഷാദ്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖംനേയിയുടെ മകൻ മുജ്തബ ഖംനേയിയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തതായും റിപ്പോർട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. അലി ഖംനേയിയുടെ 2ാമത്തെ മകനായ മുജ്തബ ദീർഘകാലമായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പുരോഹിത സഭ മുജ്തബയെ തെരഞ്ഞെടുത്തതെന്നാണ് സൂചന. സൈന്യവുമായും IRGCയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന മുജ്തബ വർഷങ്ങളായി അലി ഖംനേയിയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വരികയായിരുന്നു. മുജ്തബ ഖംനേയിലേക്കുള്ള അധികാര കൈമാറ്റം ഒരുപക്ഷെ ഇറാനിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് വഴി തുറന്നേക്കുമെന്ന വിലയിരുത്തലാണ്. പാരമ്പര്യമായി അധികാരം കൈമാറുന്ന രാജഭരണത്തെ ശക്തമായി എതിർക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഇപ്പോഴത്തെ മുജ്തബയിലേക്കുള്ള അധികാര കൈമാറ്റത്തെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഇറാന്റെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി കൂടി വഹിക്കുന്ന മുജ്തബയുടെ നേതൃത്വത്തിൽ അമേരിക്കയും ഇസ്രയേലിനുമെതിരെയുള്ള സൈനിക നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ലെബനോണിലും ഇസ്രയേലിന്റെ സൈനിക നടപടി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ മൗണ്ട് ലെബനോൺ പ്രദേശത്തെ അരമോൺ, സാദിയാത്ത് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സേന കനത്ത ആക്രമണം നടത്തി. ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ യൂറോപ്യൻ യൂണിയനിൽ ഭിന്നാഭിപ്രായമാണ്. സൈനിക നീക്കങ്ങളിൽ പങ്കാളിയാകില്ല എന്ന ബ്രിട്ടന്റെ നിലപാട് ട്രംപിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചർച്ചകളെ മറികടന്നുള്ള യുദ്ധത്തെ വിമർശിച്ച സ്പെയിനിനെതിരെ അധിക തീരുവ ഭീഷണിയും ട്രംപ് മുഴക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു. കുട്ടിയുടെ 4 കുടുംബാംഗങ്ങൾക്ക് പരിക്ക് പറ്റിയതായും കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അറിയിച്ചു. ഖത്തറിലെ അൽ ഉദൈദ് US ബേസിൽ മിസൈൽ ആക്രമണമുണ്ടായി എന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. 2 തവണയാണ് മിസൈൽ ആക്രമണമുണ്ടായത്. ഒരെണ്ണം കൃത്യമായി പ്രതിരോധിച്ചുവെന്നും മറ്റപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ റെവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തതായും ഖത്തർ അറിയിക്കുന്നുണ്ട്. സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത 2 പേരെ ബഹ്റൈനിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുബായിലെ US കോൺസുലേറ്റിന് സമീപമുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ചതിന്റെ പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത്. UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് ചാർട്ടർ വിമാനങ്ങൾ സൗകര്യമൊരുക്കുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. മറ്റ് GCC രാജ്യങ്ങളുമായി ചേർന്ന് സുരക്ഷിത വ്യോമ ഇടനാഴി സജ്ജമാക്കിയിട്ടുണ്ട് എന്നും മണിക്കൂറിൽ 48 വിമാനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കുമെന്നും UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽമാരി അറിയിച്ചു. UAEയിൽ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും മാർച്ച് 6 വരെ ഡിസ്റ്റൻസ് ലേണിംഗ് തുടരും. ഈ യുദ്ധത്തിൽ UAE ഒരു കക്ഷിയല്ല എന്നും ഇറാനെതിരായ ഏതെങ്കിലും ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശം, പ്രാദേശിക ജലപാത, വ്യോമ അതിർത്തി എന്നിവ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും UAE വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. എന്നാൽ അന്താരാഷ്ട്ര നിയമത്തിനും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനും കീഴിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്വയം പ്രതിരോധത്തിനുള്ള നിയമപരമായ അവകാശം നിലനിർത്തുമെന്നും UAE വ്യക്തമാക്കി. സൗദിയിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം. സൗദിയുടെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചയുടൻ 9 ഡ്രോണുകൾ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി ഇന്ന് അറിയിച്ചു. റിയാദിലെ US എംബസി കെട്ടിടത്തെ ലക്ഷ്യമിട്ടുള്ള ഇറാനിയൻ ആക്രമണത്തെ രാജ്യം ശക്തമായി നിരസിക്കുകയും അപലപിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും സൗദിക്ക് നേരെ ഡ്രോണുകൾ ഉതിർക്കുകയായിരുന്നു. ആക്രമണത്തോട് പ്രതികരിക്കാനുള്ള അവകാശം ഉൾപ്പെടെ തങ്ങളുടെ സുരക്ഷ, പൗരന്മാർ, പ്രവാസികൾ എന്നിവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനുള്ള പൂർണ്ണ അവകാശം സൗദി അറേബ്യയ്ക്കുണ്ട് എന്നും അവർ വ്യക്തമാക്കി. യുദ്ധമേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയിൽ രാജ്യവും ജനങ്ങളും വിശ്വാസം അർപ്പിക്കുകയാണ്. നയതന്ത്ര മികവോടെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച കാതോലിക്ക ബാബ യുദ്ധഭൂമിയിൽ കഴിയുന്ന ജനങ്ങൾക്കായി സഭയും സമൂഹവും പ്രാർത്ഥിക്കുന്നതായും കുറിച്ചു. കേന്ദ്ര സർക്കാരും മിഡിൽ ഈസ്റ്റിലെ എംബസികളും യുദ്ധവിഷയത്തിൽ ഇടപെടുന്നു എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷിതമായി ഇരിക്കുവാൻ പരമാവധി ശ്രമിക്കുക. കേന്ദ്ര സർക്കാർ ഇന്ത്യക്കാരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. അവിടുത്തെ ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വന്ന് മലയാളികളെന്നല്ല, അവിടെ കുടുങ്ങിയിട്ടുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടിയുമെല്ലാം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി കടുത്ത സമ്മർദ്ദത്തിൽ. വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ സെൻസെക്സ് 1600-ഉം നിഫ്റ്റി 450 പോയിന്റും താഴ്ന്നു. പ്രധാന ഓഹരികളെല്ലാം ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. LNT, ടാറ്റ സ്റ്റീൽ, ഇൻഡിഗോ, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയവയാണ് നഷ്ടം രേഖപ്പെടുത്തിയ പ്രധാന ഓഹരികൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 66 പൈസ ഇടിഞ്ഞു. ആഗോള വിപണികളിലെ അനിശ്ചിതത്വവും ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $80 മുകളിലെത്തിയതും വിപണിയെ ബാധിച്ചു. രൂപയുടെ മൂല്യവും ഇടിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. അതേസമയം സ്വർണ്ണവിലയിലും വൻ ഇടിവ് രേഖപ്പെടുത്തി. സ്വർണ്ണവില പവന് 2280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയായി. ഫുജൈറയിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടർ വിമാനം പുലർച്ചെ 4:30 നെടുമ്പാശ്ശേരിയിലെത്തി. സമ്മിശ്ര പ്രതികരണങ്ങളാണ് യാത്രക്കാർ നടത്തിയത്. കൊച്ചിയിലേക്കും മുംബൈയിലേക്കുമാണ് ഇന്ന് പുലർച്ചെ സർവീസ് ഉണ്ടായിരുന്നത്. മുംബൈയിലേക്ക് 187 യാത്രക്കാർ ഉണ്ടായിരുന്നു. കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 186 പേർ തിരിച്ചെത്തി. യാത്രക്കാരിൽ നടി സ്വാസിക അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ പുരസ്കാര തിളക്കവുമായി അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന B നായരാണ്. മികച്ച ടെലി സീരിയൽ മഴയത്ത് മുൻപേ. ഇതിലെ അഭിനയത്തിന് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും മികച്ച നടിയായി ശ്രീധന്യയെയും തെരഞ്ഞെടുത്തു. മികച്ച വാർത്താ അവതാരക സ്വപ്ന B നായർ 15,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം, അമൃത ടെലിവിഷൻ. മികച്ച നടൻ കൃഷ്ണചന്ദ്രൻ 15,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. അത് സീരിയൽ ടെലിഫിലിം.
പരിപാടി മഴയെത്തു മുമ്പ് അമൃത TV. മികച്ച രണ്ടാമത്തെ നടൻ കിഷോർ റോഷിക്ക് 10,000 രൂപയും പ്രശസ്തി പത്രശില്പവും. പരിപാടി ഒപ്പോണന്റ് നില 24 ലൈവ്. മികച്ച നടി ശ്രീധന്യ 15,000 രൂപയും പ്രശസ്തി പത്രശില്പവും മഴയെത്തു മുമ്പ് അമൃത TV. അവാർഡുകൾ കഥാവിഭാഗം മികച്ച ടെലി സീരിയൽ മഴയെത്തു മുമ്പ് അമൃത TV. സംവിധാനം ജിജോ വർഗീസ് ആന്റണി 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം അരുൺ രാജ് ആർ 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. തിരക്കഥ ദിനേശ് പള്ളത്ത് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഒരുപിടി അവാർഡുകൾ വീണ്ടും വാരിക്കൂട്ടിയിരിക്കുകയാണ്. അഭിമാന മുഹൂർത്തമാണ് അമൃത TVയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും 7 അവാർഡുകളാണ് അമൃത TVയിലേക്ക് എത്തുന്നത്. മികച്ച ടെലി സീരിയൽ മഴയെത്തു മുൻപേടെ സംവിധായകനും നിർമ്മാണം തിരക്കഥ തുടങ്ങി 7 അവാർഡുകൾ അത് അമൃത TVയിലേക്ക് എത്തുകയാണ്. മികച്ച സീരിയലായി ടെലി സീരിയലായി മഴയെത്തു മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു. സംവിധാനത്തിന് ജിജോ വർഗീസ് ആന്റണിക്കും നിർമ്മാണത്തിന് അരുൺ രാജ് ആറിനും തിരക്കഥയിൽ ദിനേശ് പള്ളത്തിനുമാണ് അവാർഡുള്ളത്. ഒപ്പം തന്നെ ഇതേ സീരിയലിലെ തന്നെ അഭിനയത്തിന് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ മികച്ച നടിയായി ശ്രീധന്യയാണ് ഇതേ സീരിയലിൽ നിന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അമൃത TVയുടെ വാർത്താ അവതാരക ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ കൂടിയായിട്ടുള്ള സ്വപ്ന ബി നായരാണ് മികച്ച വാർത്താ അവതാരകയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 7 അവാർഡുകൾ അമൃത TVയിലേക്ക് എത്തുന്നു. സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഏറെ അഭിമാനകരമായ നിമിഷം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്ത് തന്നെയായാലും ഒരു പിടി അവാർഡുകൾ, നേരത്തെ ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പിടി അവാർഡുകൾ വാരിക്കൂട്ടിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ അമൃത ടെലിവിഷൻ അവാർഡിലും സംസ്ഥാന ടെലിവിഷൻ അവാർഡിലും അമൃത TVയുടെ തിളക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശരി, 33ാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ അമൃത TVക്ക് 7 അവാർഡുകൾ ലഭിച്ചിരിക്കുകയാണ്. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് മഴയെത്തും മുൻപേ ടെലി സീരിയൽ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത്. തിരക്കഥാ രചനയിൽ അമൃത TV നൽകുന്ന സ്വാതന്ത്ര്യമാണ് മികവിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ജിജോയെ സംബന്ധിച്ചിടത്തോളം, ഡയറക്ടർ ജിജോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായിട്ട് സീരിയൽ സംവിധായകനായതാണ് മഴയത്ത് മുംബൈയിലൂടെ. ഞങ്ങൾ ദീർഘകാലത്ത് പരിചയമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ല കഴിവുറ്റ ഒരാളാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഇപ്പോൾ ഈ കഥയോ അല്ലെങ്കിൽ സംവിധാനമോ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് കോഡക്സ് മീഡിയ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട്. പ്രത്യേകിച്ച് കോഡക്സ് മീഡിയയുടെ പ്രൊഡ്യൂസർ അരുൺ രാജും സിന്ധു മോഹനും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് തന്നെയാണ്. ഒന്നും നോക്കണ്ട, ഏറ്റവും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ കഥ കൊണ്ടുപോയിക്കൊള്ളുന്ന അവർ തന്ന ധൈര്യമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. ഒപ്പം തന്നെയാണ് അതിനകത്ത് കഥ തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് എന്ന് അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ TN കൃഷ്ണചന്ദ്രൻ പ്രതികരിച്ചു. സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. ഞാന് ഇന്ന് തിരുനാവായ എന്നുള്ള സ്ഥലത്ത് എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ശ്രാദ്ധമാണ്. അതില് കർമ്മങ്ങൾ ചെയ്തിട്ട് ഭാരതപ്പുഴയില് കർമ്മങ്ങൾ ചെയ്തിട്ട് നേരെ റൂമിൽ വന്ന് കയറുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എത്തിയ ന്യൂസാണ് ഈ അവാർഡിന്റെ കാര്യം. അപ്പൊ എൻ്റെ അച്ഛന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാനത് വിചാരിക്കുന്നു. കാരണം ഇത്രയും കാലം ഞാനൊരു ഈ സിനിമാ രംഗത്ത് വന്നിട്ട് 48 വർഷമാവും. 48 വർഷമാവും. ഇതിനിടയ്ക്ക് എനിക്ക് ഡബിങ്ങിന്റെ 2 അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ കാബൂളിവാലയിലെ വിനീതനും അനിയത്തിപ്രാവിലെ കുഞ്ചാക്കോ ബോബനും ശബ്ദം കൊടുത്തതിന് 2 അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അഭിനയത്തിനോ പാട്ടിനോ ഒന്നും അവാർഡ് കിട്ടിയിട്ടില്ല. ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നത് പാട്ടെന്നുള്ള കാര്യമാണ്. ഞാൻ നല്ല പാട്ടുകൾ പാടിക്കുന്ന സമയത്തൊന്നും എനിക്ക് അവാർഡും കിട്ടിയിട്ടില്ല. പക്ഷെ അതൊന്നും ഒരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഞാൻ. നിയമസഭാ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ സമ്മർദ്ദ തന്ത്രവുമായി G സുധാകരൻ അംഗത്വം പുതുക്കുന്നില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താസമ്മേളനത്തിന്റെ ക്ലിപ്പിനൊപ്പമാണ് FB പോസ്റ്റ്. വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും G സുധാകരൻ പറഞ്ഞു. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ G സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന്റെ ഈ നിലപാട് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയില്ലേ? ഒപ്പം തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ തീർച്ചയായും
പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണെന്ന്. അതായത് ജി സുധാകരൻ തന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ്. അതിൽ സൂചിപ്പിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ജില്ലാ സെക്രട്ടറി R. നാസർ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായത്. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു 6 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിശേഷ CPM-ന്റെ പ്രവർത്തകനായി നേതൃത്വമായി എല്ലാം നിലനിന്നിരുന്ന ഒരു നേതാവ് ഇപ്പോൾ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നൊരു അറിയിപ്പ് നൽകുന്നു. ഒപ്പം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തനിക്ക് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല എന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടി നേതൃത്വത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നതും. അതായത് അടിയന്തരാവസ്ഥക്കാലത്ത് ഉൾപ്പെടെ താൻ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ താൻ അതിൽ തനിക്ക് അത്തരത്തിലുള്ള അർഹതയില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്ന് വിമർശന രൂപേണ ഈ സുധാകരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. മുൻപ് നാം ഉൾപ്പെടെ ഇന്റർവ്യൂ നടത്തുന്ന ഘട്ടത്തിൽ, അഭിമുഖം നടത്തുന്ന ഘട്ടത്തിൽ നമ്മോട് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അമൃത വാർത്തകളോട് പ്രത്യേകം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കും, അതിനുശേഷം വിശ്രമ ജീവിതം നയിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. മറ്റൊന്ന്, ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ആ 9 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിൽ തന്നെ നിർത്തിയാലും താൻ വിജയിക്കും എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് കൂടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലേക്ക് ഒരു പരാമർശം നടന്നത്. അതായത് മാധ്യമങ്ങളുടെ ചോദ്യം സുധാകരനെ പരിഗണിക്കില്ലേ എന്ന ചോദ്യത്തിൽ പരിഗണിക്കില്ല എന്ന സന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അതാണ് ഇപ്പോൾ സുധാകരനെ അത്തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കുടുംബമാണ് അത്തരത്തിലേക്ക് ഒരു നിലപാട് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഭാര്യ ജൂബിലി ടീച്ചറാണ് ആ കാര്യം സൂചിപ്പിച്ചത്. നാളെ വിശദമായി മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നാണ് സുധാകരന്റെ കുടുംബം ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ നാളെയാകാം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ സുധാകരൻ സൂചിപ്പിക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ, അല്ലെങ്കിൽ ശരി അജയ്, എന്തായാലും തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന വേളയിലാണ് മുതിർന്ന അംഗമായ ജി സുധാകരന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നിലപാടെത്തുന്നത്. അദ്ദേഹം പാർട്ടി വിടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യചിഹ്നമായി ശേഷിക്കുകയാണ്. അജയ് നാഥാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം പാർലമെന്ററി രംഗത്ത് നിന്നും വിട്ടുനിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ അമൃത വാർത്തകളുമായി പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിഷേധിക്കേണ്ട കാര്യം, അത് 1 മാസം മുമ്പാണത് പറഞ്ഞത്. തീരുമാനം എടുത്താൽ മത്സരിക്കുക എന്നുള്ള ഡിമാൻഡൊന്നുമല്ല എന്ന് ഉന്നയിച്ചത്. ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആളുടെ അപൂർവം. ഇത്തവണ ഇങ്ങനെ കണ്ട് പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരമായിരിക്കും, ജയിക്കും എന്തായാലും. ആണല്ലോ ഒന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് വന്ന് പറയല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഉഭയകക്ഷി യോഗത്തിൽ ധാരണയായ സീറ്റുകളുടെ എണ്ണം CPM യോഗത്തെ അറിയിക്കും. 13 സീറ്റുകൾ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. മുന്നണി യോഗത്തിന് മുൻപ് CPM സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ CPM സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ വിമർശനമുയരുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ ചർച്ച തുടരുകയാണ്. അൻഫിലിറ്റ് ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഈ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് നിർണായക യോഗങ്ങൾ നടക്കുന്നത്. ഈ PK ശ്യാമളയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്ന ഏറ്റവും ഒടുവിൽ ജി സുധാകരന്റെ വിഷയവും രംഗത്ത് വരികയാണ്. അൻഫിലിറ്റ്. സീറ്റ് വിഭജനം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഇടതുമുന്നണി കടക്കുന്നു. നിർണായക യോഗം ഇന്ന് നടക്കാൻ പോവുകയാണ്. 13 സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുന്നണി യോഗത്തിന് മുൻപ് ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. PK ശ്യാമളയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കം അണികൾക്കിടയിലുണ്ട്. ഏറ്റവും ഒടുവിൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും പുറത്തു വരികയാണ്. അൻഫിലിറ്റ്.
ലിജിൻ, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് CPM-ന്റെ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെ ചേർന്നിരുന്നു. അല്പം മുമ്പാണ് യോഗം ചേർന്ന് കഴിഞ്ഞ് നേതാക്കൾ ഓരോരുത്തരെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചില സീറ്റുകളെ തമ്മിലും ചില സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിലാണ് PK ശ്യാമളയുടെ കണ്ണൂർ തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം PK ശ്യാമള, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ് അവിടെ ചർച്ചയാവുന്നത്. കാരണം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ തന്നെയും അതോടൊപ്പം തന്നെ CPM സോഷ്യൽ മീഡിയയിൽ അതേ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തർക്കം നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചാണ്. അതൊരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ വീണ്ടും അത് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് വീണ്ടും ചർച്ചയാകുന്നു. ഒരു പക്ഷേ PK ശ്യാമളയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുപോലെ തന്നെ മറ്റു ചില സ്ഥാനാർത്ഥി പ്രമുഖരുടെ പേരാവൂരിൽ KK ശൈലജ മത്സരിക്കുന്നുവെന്ന് തീരുമാനിച്ചെങ്കിൽ പോലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അത് അത്ര കണ്ട് തന്നെ അതിനൊരു യോജിപ്പ് ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷംസീറിൻ്റെ സ്ഥാനാർത്ഥിത്വം പൂർണ്ണമായി ഷംസീറിനെ ഒഴിവാക്കി ഒരുപക്ഷെ കണ്ണൂരിലേക്ക് ഷംസീറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. MM മണി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് MM മണിയുടെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെട്ടി, പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോഴും വിയോജിപ്പുകളുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് LDF ഇടതുമുന്നണി യോഗവും ചേരുന്നുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികളൊക്കെ തന്നെയും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം 12 സീറ്റുകളാണ് കഴിഞ്ഞ തവണ മത്സരിച്ച്. ഇത്തവണ ഒരു സീറ്റ് കൂടി അവർ അധികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തന്നെ ഇന്ന് കൊണ്ട് വ്യക്തത വരുത്തുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും നിർണായക ഇടതുമുന്നണി യോഗവും ഇന്ന് ചേരാൻ ഇരിക്കുകയാണ്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം BJP ജില്ലാ നേതാക്കൾക്കിടയിൽ സീറ്റിനെ ചൊല്ലി കടുംപിടുത്തം. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നീളുന്നു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. MM രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഈ സീറ്റിനെ ചൊല്ലി നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ട് എന്ന് വേണോ കരുതാൻ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ലിജിൻ, അതായത് A ക്ലാസ് മണ്ഡലങ്ങൾ BJPക്ക് നിശ്ചയമായും വിജയിച്ച് കയറാനാവുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലാണ് BJP അത്തരത്തിൽ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിലെ സീറ്റിനെ ചൊല്ലിയാണ് ചെറിയ തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ജില്ലാ നേതാക്കൾക്കിടയിലുള്ളത്. അതായത് നിലവിലെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VK സജീവൻ, ഇവരെല്ലാം തന്നെ നോർത്ത് സൗത്ത് മണ്ഡലങ്ങൾ മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ തന്നെ വനിതാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസിനെ നോർത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമായാണ് മുന്നോട്ട് പോയിരുന്നത്. അതേസമയം തന്നെ സൗത്ത് മണ്ഡലം നേരത്തെ 2 തവണ വിജയിച്ച് കയറിയ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി വിജയിച്ച് കയറിയ T റെനീഷ് മത്സരിക്കുകയാണെങ്കിൽ സൗത്ത് മണ്ഡലത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിലെ സീറ്റിനെ ചൊല്ലിയുള്ള ഒരു ആശയക്കുഴപ്പമാണ്. അതേസമയം തന്നെ റിനീഷിനെ ബേപ്പൂരിൽ മത്സരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ A ക്ലാസ് മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണം എന്നുള്ള ആശയക്കുഴപ്പം ജില്ലാ നേതൃത്വത്തിലുണ്ട് നിലവിൽ. ശരി, എന്നാലും കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നീളുകയാണ്. ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാറും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പ കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നേരത്തെ കട്ടളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച പത്മകുമാർ ഇന്ന് ജയിലിന് പുറത്തിറങ്ങും. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായ ജസ്ലിയ ജോൺസിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച വൈകിട്ട് 7:30 ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം ലക്ഷ്മി ഭവൻ ഹോട്ടലിന് മുന്നിലായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 19-കാരിയായ ജസ്ലിയ പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയിരുന്നു. പാർട്ട് ടൈമായി ജോലി നോക്കിയാണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. ഗുരുതര പരിക്കേറ്റ ജസ്ലിയയെ ആദ്യം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച രാവിലെ മരിച്ചു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജസ്ലിയയുടെ കാരണം വൃക്കയും നേത്രപടലവും ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതിച്ചിരുന്നു. T20 ലോകകപ്പിൽ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 8-ലും തോൽവി അറിയാതെ എത്തുന്ന ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ ആദ്യ ലോക കിരീടം എന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ്.
എന്നാൽ സെമി ഫൈനലുകളിലെ സ്ഥിര സാന്നിധ്യമായ ന്യൂസിലൻഡ് പ്രോട്ടീസിനെ തടയാൻ സർവ്വസജ്ജമായിട്ടാണ് എത്തുന്നത്. ലോകകപ്പ് വേദിയിലെ നിർഭാഗ്യർ എന്ന വിളിപ്പേര് മായ്ച്ചു കളയുക എന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. ഇത്തവണത്തെ ടൂർണമെന്റിൽ ഏറ്റവും കരുത്തുറ്റ ടീമുകളിൽ ഒന്നായി മാറിയ ഈ ടീം നായകൻ എയ്ഡൻ മാർക്രമിന്റെ ഓൾറൗണ്ട് മികവിലും ക്വിന്റൻ ഡീകോക്കിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിലും ഡേവിഡ് മില്ലറുടെ ഫിനിഷിംഗ് മികവിലും കഗീസോ റബാഡ നേതൃത്വം നൽകുന്ന പേസ് കരുത്തിലുമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. സൂപ്പർ 8-ൽ മികച്ച പ്രകടനമാണ് ദക്ഷിണാഫ്രിക്ക കാഴ്ചവെച്ചത്. സമ്മർദ്ദമില്ലാതെ സെമി കളിക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. എന്നാൽ ICC ടൂർണമെന്റുകളുടെ നോക്കൌട്ട് ഘട്ടങ്ങളിൽ അസാമാന്യ പ്രകടനം പുറത്തെടുക്കുന്ന കിവികൾക്ക് ഇത് മറ്റൊരു സാധാരണ മത്സരം മാത്രം. നായകൻ മിച്ചൽ സാന്റനറുടെ ഓൾറൗണ്ട് മികവും രചിൻ രവീന്ദ്ര അടക്കമുള്ള താരങ്ങളുടെ ഫോമും പരിചയസമ്പത്തും കിവികൾക്ക് മേൽക്കൈ നൽകുന്നു. കേശവ് മഹാരാജും മിച്ചൽ സാന്റനറും തമ്മിലുള്ള സ്പിൻ പോരാട്ടം മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്നാണ് വിലയിരുത്തൽ. അഹമ്മദാബാദിലെ ഫൈനലിലേക്ക് ആദ്യ ടിക്കറ്റ് ആര് നേടും? ചരിത്രം ആവർത്തിക്കുമോ അതോ പുതിയൊരു വിജയി ഉദയം ചെയ്യുമോ? കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.